എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു നീണ്ട ബ്ലോക്കിൽ ഞങ്ങൾ പെട്ട് കിടക്കുന്നത് വേറെ എവിടെയും പോകാനല്ല. നമ്മുടെ കോട്ടയത്ത് ഇപ്പോൾ ലുലു മോള് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഡിസംബർ 15-നായിരുന്നു ലുലു മോള് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസാട്ടോ പോയത്. പിറ്റേ ദിവസം വൈകിട്ട് ഒരു 5 മണിക്കാണ് ഞങ്ങൾ പോയത്. ഭയങ്കര തിരക്കായിരുന്നു. പാർക്കിംഗ് ഒന്നും അങ്ങനെ പ്രാക്ടിക്കലി തീരെ പോസിബിൾ ആയിരുന്നില്ല. തിരക്ക് കാരണം കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നാ പോയത്. അപ്പോൾ കേറി ചെന്നപ്പോൾ തന്നെ ഇതേപോലെ നമ്മുടെ ഒരു ഡിസ്പ്ലേ ടിവിയിൽ തലേ ദിവസത്തെ ഇനോഗ്രേഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ അവിടെ നിന്നൊന്ന് വാച്ച് ചെയ്തു. ഭയങ്കര തിരക്കായിരുന്നു. ഇത്രയും തിരക്ക് ഈ അടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. അത്ര തിരക്കായിരുന്നു. അപ്പൊ എല്ലായിടത്തെയും പാറ്റേൺ ഒരേപോലെ തന്നെയാണ്. ലുലു ഒരു സിമിലർ കോൺസെപ്റ്റ് ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഒരു യുണീക്ക് കോൺസെപ്റ്റ് ആണ്. ബേസ്മെന്റിൽ എപ്പോഴും ഹൈപ്പർ മാർട്ടില് ഈ ഒരു ബോഡി പ്രോഡക്ട്സീന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പണ്ട് തൊട്ടേ കാണുന്ന ഒരു കാര്യമാണ്. അത് കാണുമ്പോൾ നമുക്ക് എവിടെയോ നമ്മളൊരു വീട്ടിലെത്തിയ ഒരു ഫീലാണ്. ഒരു പുതിയ ഷോപ്പല്ല, നമ്മുടെ ലുലുവിൽ നമ്മൾ പിന്നെയും വന്നു എന്നൊരു ഫീലേ തോന്നൂ. ഇതൊരു പുതിയ സ്ഥലത്താണെന്ന് മാത്രമുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു കൗതുകത്തിൽ ഞാനും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് നടത്തുകയായിരുന്നു. ശരിക്കുള്ള ഷോപ്പിംഗ് ഈ ഒരു ദിവസങ്ങളിൽ തീരെ പ്രാക്ടിക്കൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവിടുത്തെ തിരക്കും അതേപോലെ കൗണ്ടേഴ്സിലുള്ള തിരക്കും, ക്യാഷ് കൗണ്ടേഴ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊന്നും വാങ്ങിയില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഡിഷ് വാഷർ, സോൾട്ടും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ഒക്കെ ആ ഒരു തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒരു പീസ്ഫുൾ ഷോപ്പിങ്ങിന് പോവാന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ ഈ ലുലുവിലേക്ക്. പക്ഷെ നമ്മൾ ഇന്നലെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടന്നത് 1 മണിക്കൂറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ ഷോപ്പിങ്ങിന് പോവാനായിട്ട് പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. പക്ഷെ നല്ലൊരു ക്രിസ്മസ് വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഒരുപാട് ഡീൽസും ഓഫേഴ്സും ഉണ്ടായിരുന്നു ഫ്രൂട്ട്സിനും. ഈ മേയർ ലെമണൊക്കെ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായി. കണ്ടപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് തോന്നിയത്. ഒരുപാട് പേര് സാധനങ്ങൾ വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങൾ വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ടൈമാണ്. നമുക്ക് കുറച്ച് സമയം ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ സത്യമായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു നല്ല ഡീൽ ടൈമാണ് ഈ ഒരു സമയം. പിന്നെ നമ്മുടെ സ്നാക്ക് സെക്ഷനിൽ റോട്ടിസോറി ആ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അവിടുന്നുള്ള കൗണ്ടറിൽ ബിൽ എടുക്കണമെങ്കിൽ പോലും ഒരു വലിയ ക്യൂ കാണായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ടാട്ടോ ഭക്ഷണം കഴിച്ചത്. പിന്നെ ബെൽജിയൻ വാഫിള് ഫേവറേറ്റ് ആണ് ഞങ്ങളുടെ മോന്റെ. അപ്പോൾ ഇടയ്ക്ക് കുറച്ചൊക്കെ ഒന്ന് കൊടുക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫൺ ട്യൂറ ഏരിയ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. കുറെ റൈഡുകൾ ഉണ്ടായിരുന്നു അണ്ടർ 5-ൽ. അപ്പം മോന് എല്ലാം കളിച്ചു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും എന്താ കുറെ നാളായി ബമ്പർ കാർ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഒന്ന് കേറി. പക്ഷെ ഇന്നലെ ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു ഈ ബമ്പർ കാറിൽ കയറിയതിനു ശേഷം. കാരണം ഇപ്പൊ പ്രഗ്നൻസിക്ക് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ദേഹം വെറുതെ ഒന്ന് അനങ്ങിയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന ചില ദിവസങ്ങളിൽ പിന്നെ എണീക്കാനേ പറ്റാറില്ല. അപ്പൊ വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. പക്ഷെ നിങ്ങൾക്കൊക്കെ വന്നാൽ പെർഫെക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനും നമ്മുടെ സാധാരണക്കാർക്ക് എവിടെയാണെങ്കിലും ഒന്ന് വന്ന് കാണാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ടിലാണ് അവർ ഈ ഒരു ലുലു മോള് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ ആ ഒരു നന്മ കൊണ്ടായിരിക്കും അല്ലേ ഇതേപോലെ അവർക്ക് ഒരുപാട് കടകള് പല സ്ഥലങ്ങളിൽ തുറക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും വളരാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയില്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.